കേറിക്കിടക്കാൻ തുണ്ടുഭൂമിയില്ലാത്തവർക്ക് സേവാഭാരതിയുടെ ഭൂദാനം ശ്രേഷ്ഠദാനം പദ്ധതി. അനേകം നന്മമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിൽ നിശബ്ദ സേവനം നടത്തി ദുരന്തങ്ങളിലും ആപത്തിലും മനുഷ്യർക്ക് സഹായം എത്തിക്കുകയാണ് സേവാഭാരതി. എല്ലാ ജില്ലയിലും ഭൂദാനം ശ്രേഷ്ഠദാനം പദ്ധതി നടപ്പാക്കുകയാണിപ്പോൾ. പദ്ധതി വഴി കോട്ടയം ജില്ലയിലെ 47 കുടുംബങ്ങൾക്ക് സേവാഭാരതി 3 ഏക്കർ ഭൂമി നൽകുന്നു. ജൂലൈ 20 രാവിലെ 11 മണിക്ക് കോട്ടയം KPS മേനോൻ ഹാളിൽ ഭൂദാനം ശ്രേഷ്ഠദാനം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും. ഭൂമിയില്ലാത്ത ഭവനരഹിതർക്ക് 4 മുതൽ 5 സെന്റ് ഭൂമി വരെയാണ് ലഭിക്കുക. പള്ളിക്കാത്തോടിൽ 12, ചെറുവള്ളി 12, പുതുപ്പള്ളി 11, കോത്തല 3, കുട്ടിക്കൽ 8, കുറിച്ചി 1 എന്നിവിടങ്ങളിലെ 47 കുടുംബങ്ങളുടെ സ്വന്തമായി ഭൂമി എന്ന സ്വപ്നമാണ് സേവാഭാരതി ഭൂദാനം പദ്ധതിയിലൂടെ നിറവേറ്റുന്നത്. സേവാഭാരതിക്കായി ഭൂമി ദാനം ചെയ്തവരെ ഉദ്ഘാടന ചടങ്ങിൽ ആദരിക്കും. 2017 മുതൽ സേവാഭാരതി തലചായ്ക്കാനൊരിടം എന്ന പദ്ധതിയുടെ ഭാഗമായി ഭൂദാനം നടത്തുന്നുണ്ട്. ആചാര്യ വിനോബ ഭാവയുടെ മഹത്തായ ആദർശം പിന്തുടർന്നാണ് സേവാഭാരതി ഭൂദാനം ശ്രേഷ്ഠദാനം പദ്ധതി ആരംഭിച്ചത്. മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ മാനവ സേവയാണ് സേവാഭാരതിയുടെ ലക്ഷ്യവും ധർമ്മവും. റിട്ടയർഡ് ജസ്റ്റിസ് KD തോമസ് മുഖ്യ രക്ഷാധികാരിയാണ്. കോട്ടയം ജില്ലയിലെ 47 കുടുംബങ്ങൾക്ക് സേവാഭാരതി 3 ഏക്കർ ഭൂമി നൽകുന്ന പദ്ധതി സേവാഭാരതി സംസ്ഥാന രക്ഷാധികാരികളായ റിട്ടയർഡ് ജസ്റ്റിസ് KD തോമസ്, ഡോക്ടർ ബാലചന്ദ്രൻ, മുതിർന്ന RSS പ്രചാരകരായ S സേതുമാധവൻ രാമനുണ്ണി, വിഭാഗ് സംഘചാലക് PP പത്മനാഭൻ, സേവാഭാരതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ രഞ്ജിത്ത് വിജയഹരി തുടങ്ങിയവരാണ് പങ്കെടുക്കുക. സേവാഭാരതി ഏറ്റെടുത്ത് നടപ്പാക്കുന്ന സേവന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായ പാലാ കടപ്പാട്ടൂർ പൂർണ്ണശ്രീയിൽ ഗോപിനാഥൻ നായർ വിജയമ്മ ദമ്പതികൾ തങ്ങളുടെ വിലപിടിപ്പുള്ള 60 സെന്റ് ഭൂമി ദാനം ചെയ്തിരുന്നു. സേവാഭാരതി ഏറ്റെടുത്ത് നടപ്പാക്കുന്ന ഭൂദാനം ശ്രേഷ്ഠദാനം പദ്ധതിയിലേക്ക് ഭൂമി നൽകിയവരായിരുന്നു ഈ ദമ്പതിമാർ. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സേവന വിഭാഗമാണ് സേവാഭാരതി. 1989 RSSന്റെ സ്ഥാപകനും അതിന്റെ ആദ്യത്തെ സർസംഘചാലകനുമായിരുന്ന ഡോക്ടർ G എന്നറിയപ്പെടുന്ന ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗോവറിന്റെ 100ാമത് ജന്മദിനാഘോഷ വേളയിലാണ് സേവാഭാരതി രൂപീകരിക്കപ്പെട്ടത്. ഇന്ന് സേവാഭാരതി വളർന്ന് ലോകത്തെ തന്നെ ഏറ്റവും വലിയ സേവന സംഘടനയായി മാറി. അമേരിക്കയും ലോകരാജ്യങ്ങളും അടക്കം സേവാഭാരതിയെ അംഗീകരിച്ചിട്ടുണ്ട്. വിദേശത്ത് സേവാഭാരതിയുടെ യൂണിറ്റുകൾ വിവിധ രാജ്യങ്ങളിൽ സജീവമാണ്. തീർത്തും സ്വതന്ത്ര സംഘടനയായി പ്രവർത്തിക്കുന്ന സേവാഭാരതി വിദ്യാഭ്യാസം, ആരോഗ്യ സാമൂഹ്യ പരിഷ്കരണം, കുട്ടികളുടെ സംരക്ഷണം, വനിതാ സംരക്ഷണം, ദുരന്ത നിവാരണം എന്നീ മേഖലകളിൽ ഊന്നൽ നൽകുന്നു. സേവാഭാരതിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ 602 ജില്ലകളിലെ 836 സംഘടനകളും പ്രവർത്തിക്കുന്നു. സേവാഭാരതിയുടെ 75% പദ്ധതികളും ഗ്രാമീണ ഭാരതത്തിലാണ് നടപ്പിലാക്കുന്നത്. ഭൂരഹിതരായ 4 കുടുംബങ്ങൾക്ക് സഹായഹസ്തവുമായി നടത്തുന്ന പദ്ധതിയാണ് സേവാഭാരതിയുടെ ഏറ്റവും പുതിയ സന്നദ്ധ പരിപാടി. ഭൂദാനം ശ്രേഷ്ഠദാനം പദ്ധതിയിലേക്ക് ആർക്ക് വേണമെങ്കിലും സേവാഭാരതിയെ ഭൂമി ഏൽപ്പിക്കാം. ഇത് കൃത്യമായി അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുകയും ഭവന നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾക്ക് സേവാഭാരതിയുടെ സഹായഹസ്തം നീളുകയും ചെയ്യുന്നു. എല്ലാ ജില്ലകളിലും ഈ പദ്ധതിയുമായി സേവാഭാരതി നീങ്ങുന്നതായാണ് മനസ്സിലാക്കുന്നത്. ഏതാനും നാൾ മുമ്പ് പത്തനംതിട്ടയിലെ ഭൂരഹിതരായ 4 കുടുംബങ്ങൾക്ക് സഹായഹസ്തവുമായി പന്തളം കുളനട സേവാഭാരതി വീട് വയ്ക്കാനായി സേവാഭാരതി മുൻകൈയെടുത്ത് കൈമാറിയത് 25 സെന്റ് ഭൂമിയായിരുന്നു. കുളനട ഞെട്ടൂർ മനുഭവനിൽ സഹോദരങ്ങളായ മാധവൻ നായർ, ഗോപാലകൃഷ്ണൻ നായർ, ഗണേശൻ നായർ എന്നിവരാണ് നിർധനർക്ക് വീട് വയ്ക്കാൻ സൗജന്യമായി ഭൂമി നൽകാൻ സന്നദ്ധ അറിയിച്ചത്. ഈ ദൗത്യം സേവാഭാരതിയെ ഏൽപ്പിച്ചു. ഈ പ്രദേശത്ത് സ്വന്തമായി ഭൂമിയില്ലാത്തതിന്റെ പേരിൽ വീട് അനാഥമായ 4 കുടുംബങ്ങളെ സേവാഭാരതി കണ്ടെത്തി ഭൂമി കൈമാറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.